ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ആയിക്കൊണ്ട് ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തേക്കാന്ന് എഴുന്നേറ്റ് വന്നപ്പോഴാണ് ഓർത്തത് കേട്ടോ. കാരണം എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. എന്നാൽ പിന്നെ വീഡിയോ എടുത്തുകൊണ്ട് തുടങ്ങിയേക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ എടുപ്പിടെ നടക്കത്തില്ലല്ലോ, അതുകൊണ്ടിട്ട്. പിന്നെ എഴുന്നേറ്റപ്പോൾ തന്നെ 8:30 കേട്ടോ. ഇപ്പം മഴയൊക്കെ എങ്ങനെയുണ്ട്? നമ്മുടെ ഇവിടെ മഴ തുടങ്ങുന്നതിൻ്റെ തലേദിവസമാണ് കേട്ടോ. ആ മഴ തുടങ്ങിയായിരുന്നു, പക്ഷേ ആ വലിയ മഴയ്ക്ക് തൊട്ട് മുമ്പാണ്, ശനിയാഴ്ചയാണ് കേട്ടോ ഈ വീഡിയോ ഞാൻ എടുക്കുന്നത്. ഇതൊക്കെ അപ്ലോഡായി വരാൻ ഭയങ്കര താമസമാണ് കേട്ടോ. വേറൊന്നും കൊണ്ടിട്ടല്ല, എനിക്ക് വോയിസ് കൊടുക്കാൻ ഭയങ്കര മടിയാണ്. ഓരോരോ ക്ഷീണമൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും. പിന്നെ വോയിസ് കൊടുത്ത് വരുമ്പോഴത്തേക്ക് അതിനൊരു കണ്ടിന്യൂറ്റി അങ്ങോട്ട് ശരിയാവാത്ത കണക്ക് എനിക്ക് തോന്നുവേ. കുറച്ച് വോയിസ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അങ്ങോട്ട് ഭയങ്കര മടി തോന്നും. അതുകൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങ് നീണ്ടു പോകുന്ന കേട്ടോ ഈ ഒരു വീഡിയോ അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടും ഇപ്പോൾ ഷോർട്സിനകത്തോട്ട് നോക്കിയേക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് വീഡിയോ എടുത്തിട്ട് അതിന് ഞാൻ പാട്ടിട്ട് കൊടുക്കുക മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ. നമുക്ക് വലിയ പണിയില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട്. എന്നാലും എനിക്കിങ്ങനെ വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണേ. നല്ല ഇതിലേക്ക് ഇരിക്കുകയാണെങ്കിൽ വോയിസൊക്കെ കൊടുത്ത് എന്ന് ഇടണമെന്നൊക്കെ ആഗ്രഹിക്കും. പക്ഷേ വോയിസ് കൊടുത്ത് വരുമ്പോഴത്തേക്ക് പിന്നെ ഇടയ്ക്ക് വെച്ചൊരു മടി തുടങ്ങും. അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് 8:30 എഴുന്നേറ്റപ്പോഴത്തേക്ക് ഒരാഴ്ചയായിട്ട് അമ്മച്ചി വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട് ഞാനിപ്പോൾ താമസിച്ചാണ് എഴുന്നേൽക്കുന്നത്. അപ്പോൾ അമ്മച്ചി ഇന്നലെ വീട്ടിൽ വരെ പോയി. ഇനിയിപ്പം നാളേക്ക് വരുവേ. അപ്പം രാവിലെ എഴുന്നേറ്റ് ശനിയാഴ്ചയാണല്ലോ, പൊന്നപ്പനും പോകണ്ട. ചേട്ടനാണെങ്കിൽ ഒരു പനിയൊക്കെ പിടിച്ചിട്ട് അതിൻ്റെ ക്ഷീണമൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടനും ഇന്ന് എന്തായാലും പോകുന്നില്ല. അപ്പോൾ രാവിലെ ഞാനും പൊന്നൂസും ഒരുമിച്ച് എഴുന്നേറ്റ് പോന്നു. ഇന്നലെ ആണെങ്കിൽ ചിക്കൻ വൈകിട്ട് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചപ്പാത്തി മേടിച്ചതും ഉണ്ടായിരുന്നു. പിന്നെ അപ്പം ഉണ്ടാക്കിയതും ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് താമസിച്ചാണ് എഴുന്നേറ്റത്. അല്ലെങ്കിൽ ഇപ്പം നല്ല കണക്ക് താമസിച്ചായിട്ട് എഴുന്നേക്കുന്നത്. രാവിലെ എഴുന്നേക്കാൻ ഭയങ്കര മടുപ്പല്ല, എനിക്ക് ഭയങ്കര ക്ഷീണമാണ് രാവിലെ. അപ്പോൾ അമ്മച്ചി ഉള്ളതുകൊണ്ടിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് അമ്മച്ചി പോകുന്നത്. രാവിലത്തെ കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ചിട്ട് അമ്മച്ചി പോകുന്നത്. അങ്ങനെ പൊന്നപ്പന് കഴിക്കാൻ കൊടുത്തു, പെരയ്ക്കാകെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയൊക്കെ ഇട്ടു. ഇപ്പോൾ രാവിലെ എന്നാണെന്ന് അറിയത്തില്ല, ഇന്ന് നല്ലൊരു വെയിലുണ്ട്. പക്ഷേ ഇന്ന് നല്ല മഴയ്ക്കുള്ള കോളുണ്ട്. രാത്രി മുഴുവൻ പെരും മഴയായിരുന്നു കേട്ടോ. എൻ്റെ അമ്മോ എന്തൊരു മഴയും, കാറ്റാണെങ്കിൽ അതിനപ്പുറം കാറ്റും. അപ്പോൾ മഴയാണെന്നൊക്കെ ഇങ്ങനെ ഇതും വന്നായിരുന്നു, ഫോണിൽ മെസ്സേജൊക്കെ വന്നായിരുന്നു. എന്തായാലും ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് ഒരു ചെറിയ വെയിലൊക്കെ കണ്ട് ഞാൻ കുറച്ച് തുണിയൊക്കെ എടുത്ത് വെളിയിലിട്ടിട്ടുണ്ട്. അത്യാവശ്യം തുണികളൊക്കെ ഒന്ന് ഉണങ്ങാനുള്ളതൊക്കെ എടുത്ത് വെളിയിലിട്ടേ. പിന്നെ പല്ലൊക്കെ തേച്ച് ചേട്ടൻ എഴുന്നേറ്റിട്ടില്ല. ചേട്ടൻ ആ പനിയുടെയൊക്കെ ഒരു ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് മരുന്നൊക്കെ കഴിച്ചിട്ടൊക്കെ കിടക്കുന്നതുകൊണ്ട് താമസിച്ചാണ് എഴുന്നേൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ ക്ലൈമറ്റൊക്കെ മാറിയല്ലോ, ആ ചൂട് കഴിഞ്ഞ് തണുപ്പ് തുടങ്ങിയല്ലോ, അതിൻ്റെയൊക്കെയാണെന്ന് തോന്നുന്നു. ചേട്ടനാണെങ്കിൽ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് തേനിക്കൊന്ന് പോയായിരുന്നു. അപ്പോൾ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നല്ല മഴ, രാവിലെ എഴുന്നേറ്റ് പോയപ്പോൾ ഇവിടെ പെരും മഴയായിരുന്നു. ഇവിടുന്ന് തേനിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് സഹിക്കാൻ പറ്റത്തില്ലാത്ത ചൂടും. അപ്പോൾ ആ ഒരു കാലാവസ്ഥ മാറിക്കയറി കൊണ്ടതിൻ്റെയാണെന്ന് തോന്നുന്നു പിറ്റേ ദിവസം തൊട്ട് പനിയായത് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് രാവിലെ നല്ല പോണൊക്കെ മൂടി കിടപ്പുണ്ട്. പക്ഷേ എന്നാൽ ചെറിയൊരു വെയിലും ഉണ്ടായിരുന്നു. ഞാൻ കുറേ തുണിയൊക്കെ അന്നേരം ഉണക്കാനൊക്കെ എടുത്ത് വെളിയിലൊക്കെ ഇട്ടിട്ട് നിന്നപ്പോഴത്തേക്കാണ് ചേട്ടൻ എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞത് എന്താ നമുക്ക് ഇന്ന് ആശുപത്രി പോയേക്കാമെന്ന്. പിന്നെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ താലൂക്കിലാണ് കാണിക്കുന്നതെന്ന്, നെടുങ്കണ്ടത്ത്. പക്ഷേ ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് പൈനാവിലോട്ട് മാറിയേ പറ്റുള്ളൂ. പൈനാവ് മെഡിക്കൽ കോളേജിലോട്ട് ഞാൻ കാണിക്കുവാണ്. ഈ പ്രാവശ്യം തൊട്ട് പൈനാവിലാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ ഇപ്പോൾ താലൂക്കിൽ നിന്ന് എന്തുകൊണ്ടാണ് പൈനാവിലോട്ട് കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ അടുത്തായിട്ട് ചെയ്യാം കേട്ടോ. ഞാനിതിവിടെ പൈനാവിൽ പോയിട്ട് വന്നിട്ട് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ. അതല്ലാതെ നമുക്ക് വീഡിയോ പറയുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. ഞാൻ പോയിട്ട് വന്നിട്ട് എന്തായാലും ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഈ ആഴ്ച ഒരു ദിവസം കോട്ടേഴ്സിൽ പോയി കാണാമെന്ന് വിചാരിച്ചുകൊണ്ടായിരുന്നു ഇരുന്നത് പൈനാവിലും. കാരണം നമ്മൾ താലൂക്കിൽ പോയി കോട്ടേഴ്സിൽ കാണുന്നത് കൊണ്ടിട്ട് ഇവിടെ നമുക്ക് വൈകുന്നേരം പോയി കണ്ടാൽ മതിയില്ലെന്ന് ഓർത്തിരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കാണ് അവർ പറഞ്ഞത് OP തന്നെ 4 ഡോക്ടേഴ്സ് ഉണ്ട് ഗൈനക്കിന്. അപ്പോൾ പിന്നെ അവർ കോട്ടേഴ്സിൽ കാണുന്നില്ല, OP മാത്രം ചീട്ടെടുത്ത് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അവിടെ വ്യാഴവും ഞായറും മാത്രമേ അവധിയുള്ളൂ. അപ്പോൾ ബാക്കി എല്ലാ ദിവസവും OP ചെന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ചേട്ടനും പറഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ അതിന് വേണ്ടി മാറ്റി വെക്കണ്ടല്ലോ, ഇന്നിപ്പോൾ എന്നാണേലും വേറെ വലിയ പരിപാടിയൊന്നുമില്ല. ചേട്ടനാണേലും പനിയുടെ ക്ഷീണമൊക്കെ വിട്ടു, എന്തായാലും റീഡിങ് എടുക്കാനും പോകുന്നില്ല, എന്നാൽ പിന്നെ നമുക്ക് ആശുപത്രി പോയേക്കാമെന്ന് പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് 10 മണി, അപ്പം തന്നെ സമയം 10 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി റെഡിയായി പെറുക്കി പോകുമ്പോഴത്തേക്ക് ഒരു സമയമാവും. എന്നാലും ചേട്ടൻ പറഞ്ഞ് സാരമില്ല, 2 മണി വരെ OP ഉണ്ടല്ലോ. പിന്നെ നല്ല വഴിയാണ്, ഇപ്പം നമുക്ക് ഇടുക്കി റോഡ് നല്ല സൂപ്പർ റോഡായതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ചെല്ലുകയും ചെയ്യുമല്ലോ. പിന്നെ ഞാൻ പെട്ടെന്ന് കഴിക്കാനുള്ളതൊക്കെ ചൂടാക്കി. അപ്പം ഇരിപ്പുണ്ടായിരുന്നല്ലോ, അപ്പം ചേട്ടന് ചൂടാക്കി, എനിക്കാണെങ്കിൽ ചപ്പാത്തി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി പെട്ടെന്ന് ഞങ്ങൾ ഒരു അരമണിക്കൂറിനുള്ളിൽ ഞങ്ങൾ കഴിപ്പും കഴിഞ്ഞ് എല്ലാവരും റെഡിയായി കേട്ടോ. സാധാരണ നമ്മൾ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ എനിക്കാണ് ഏറ്റവും താമസം. പക്ഷേ ഇന്ന് ഞാൻ പെട്ടെന്ന് റെഡിയായി. കാരണം അവിടെ ഇത്രയും നേരത്തെ ചെല്ലണമല്ലോ, ഇപ്പം തന്നെ ഓൾറെഡി താമസിച്ചു. അതുകൊണ്ടിട്ട് ഒരു വെപ്രാളം കൊണ്ടിട്ട് പെട്ടെന്ന് തന്നെ റെഡിയായി ഇതേ വണ്ടിയെ കയറി കേട്ടോ. പൊന്നപ്പൻ മാസ്ക് മേടിച്ചതിൻ്റെ ആദ്യത്തെ ഒരു ഉത്സാഹത്തിനുള്ള വെപ്പാണ് കേട്ടോ ഈ കാണുന്നത്.
ഇപ്പം മൊത്തത്തിൽ പനി സീസണൊക്കെ ആണല്ലോ, പിന്നെ മെഡിക്കൽ കോളേജിലോട്ടും ആണല്ലോ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ചേട്ടൻ മാസ്ക് മേടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ അത് ആ മാസ്ക് മേടിച്ചേണ്ട ഒരു ഉത്സാഹം മാത്രമേ ഈ കാണുന്നുള്ളൂ കേട്ടോ. ആ വണ്ടിയിൽ കയറിയപ്പോഴത്തേക്ക് അത് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് അത് വെക്കാൻ മടിയായി. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ വേണ്ട ഇറങ്ങി. അങ്ങോട്ട് ഇറങ്ങുമ്പം വലിയ മഴയില്ലായിരുന്നു, നല്ലവണ്ണം മൂടി കിടക്കുമായിരുന്നു. പക്ഷേ എന്നാലും കുറച്ചങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ പെരും മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുന്നിലുള്ള വണ്ടി പോലും കാണാൻ പറ്റത്തില്ലാത്ത മഴ ഇടയ്ക്ക്. അത് കഴിയുമ്പോൾ അങ്ങ് തോരും, അതുപോണക്കായിരുന്നു കേട്ടോ. പക്ഷേ വഴി നല്ല സൂപ്പർ വഴിയാണ് കേട്ടോ. എനിക്ക് നെടുങ്കണ്ടം പോകുന്നതിലും എനിക്ക് ഇച്ചിരി കൂടെ കംഫർട്ടായിട്ട് തോന്നിയത് ഈ വഴിയാണ്, പൈനാവിനുള്ള വഴി. കാരണം അത് നല്ലവണ്ണം പണിതു. ഇതിപ്പോൾ നമ്മൾ ചെറുതോണിയിൽ നിന്ന് പൈനാവ് ഹോസ്പിറ്റലിൽ അവിടോട്ട് ചെല്ലുന്നിടമാണ് കേട്ടോ. അപ്പം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഈ തിരിഞ്ഞ് ഇങ്ങനെ ചെല്ലുന്നതാണ് നമ്മുടെ മെഡിക്കൽ കോളേജ്. അപ്പോൾ പുതിയ ബിൽഡിംഗ് ഞാൻ ആ മുകളിൽ കാണുന്നത് കേട്ടോ. അവിടെയാണ് ബാക്കിയെല്ലാം ഗൈനക്കും പിന്നെ എനിക്ക് തോന്നുന്നു പീഡിയാട്രീഷ്യനും ഒക്കെയാണ് ഈ പഴയ ബിൽഡിങ്ങിലുള്ളത് കേട്ടോ. അത്യാവശ്യം ഇവിടെ വലിയ തിരക്കില്ലായിരുന്നു, കാരണം ഇത് പീഡിയാട്രീഷ്യനും ഗൈനക്കും മാത്രമല്ലേ ഉള്ളൂ. മുകളിലാണ് ഭയങ്കര തിരക്ക് പുതിയ ബിൽഡിങ്ങിൽ കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഡോക്ടറെയൊക്കെ കണ്ട് തിരിച്ചിറങ്ങിയുള്ള വീഡിയോ ആണ് കേട്ടോ. അവിടുത്തെ വീഡിയോസൊന്നും കാര്യമായിട്ട് എടുത്തില്ല, വലിയ താമസമൊന്നും ഇല്ലായിരുന്നു കേട്ടോ അവിടെ. പിന്നെ ഇനിയിപ്പോൾ ഉള്ള ചെക്കപ്പ് പറഞ്ഞേക്കുന്നത് ഷുഗർ നോക്കിയിട്ട് ഷുഗർ നോർമൽ അല്ലെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച വരണം, അല്ലെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച കേട്ടോ ഇനി ഫോളോ അപ്പ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ആഴ്ചയാണ് ഫോളോ അപ്പ് ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ചെറുതോണിക്കാണ് കേട്ടോ വന്നത്. ഇനി എനിക്ക് ഹോസ്പിറ്റൽ ബാഗിനുള്ള സാധനങ്ങളെല്ലാം മേടിക്കണം. അപ്പം നമ്മൾ വന്നേക്കുന്നത് മയൂര സിൽക്സിലാണേ. അപ്പോൾ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഹോസ്പിറ്റൽ ബാഗിന് വേണ്ട എല്ലാ തുണികളും നമ്മൾ ഇവിടെ നിന്ന് തന്നെ എടുക്കാമെന്ന് ഓർത്തുകൊണ്ടാണ് വന്നത്. കാരണം എനിക്ക് എപ്പോഴും ടൗണിൽ പോയി എടുക്കാമെന്ന് വെച്ചാൽ ഒത്തിരി കടകളിൽ കയറി ഇറങ്ങി നടപ്പ് ഭയങ്കര പാടല്ലേ. ഇതാകുമ്പം ഇപ്പം അങ്ങ് മേടിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാം കഴുകി പെറുക്കി എല്ലാം ഒന്ന് ഉണക്കി റെഡിയാക്കി എടുക്കണമല്ലോ, അതുകൊണ്ടിട്ട് എല്ലാം ഒരുമിച്ച് അങ്ങ് ഒരിടത്തൊന്നും മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ എല്ലാം നല്ല സാധനങ്ങളാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൊടുത്ത് സർവീസ് ആണെങ്കിലും നല്ല സൂപ്പറാണ്. നമ്മളെ എല്ലാ തുണിയും എടുത്തിട്ട് കാണിക്കുവേ. ചില തുണിക്കടയിലൊക്കെ കയറി കഴിഞ്ഞാലുണ്ടല്ലോ നമ്മളൊരു കുറച്ചൊക്കെ എടുത്ത് കാണിച്ച് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് പിന്നെ ഒരു മുഷിപ്പാണ്. കാരണം നമ്മൾ എടുത്തില്ലെങ്കിലോ അല്ലെങ്കിൽ എല്ലാം വലിച്ച് അടിക്കുവാണല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെയൊക്കെ ചിലർ അങ്ങനെ നമുക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ചില കടയിലൊക്കെ കയറുമ്പോഴത്തേക്ക് പലതും എടുത്ത് കാണിക്കാൻ അവർക്ക് മടി തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇവിടെയാണെങ്കിലും ഉണ്ടല്ലോ എല്ലാ സാധനങ്ങളും എടുത്ത് ആ പൊന്നൂന് എടുക്കാൻ കയറിയിട്ടാണെങ്കിൽ ഒരുപാട് തപ്പിയിട്ടാണ് പൊന്നൂൻ്റെ സൈസിനുള്ള കിട്ടിയത്. പക്ഷേ അവരത് മുഴുവൻ നമ്മൾ ആദ്യമേ പറഞ്ഞു വെച്ച് എല്ലാം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും അത് കുഴപ്പമില്ലെന്നും പറഞ്ഞുകൊണ്ട് അത് മുഴുവൻ അവരെടുത്തിട്ടിട്ടാണ് കേട്ടോ അതിനകത്തുനിന്ന് പൊന്നൂന് സെലക്ട് ചെയ്തത്. പിന്നെ ആണെങ്കിലും നമ്മുടെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റേ ഉള്ളൂ. എല്ലാ സാധനത്തിനും നല്ല വിലക്കുറവായിരുന്നു. എനിക്ക് തോന്നിയത് കട്ടപ്പനയിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നല്ല റേറ്റ് കുറവായിരുന്നു കേട്ടോ. അവിടെ തന്നെയല്ല നല്ല കളക്ഷനും ഉണ്ട്, ഇഷ്ടം പോണക്കുണ്ട്. അത് ഏത് ടൈപ്പ് നോക്കിയാലും അതിനെല്ലാം ഒരുപാട് കളക്ഷൻസും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ തുണിയെടുപ്പ് ഇവിടെ കഴിഞ്ഞു. ഇപ്പോൾ സമയം 2:30 ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും വിശക്കുന്നുണ്ട്, നല്ല പുണക്ക് വിശക്കുന്നുണ്ട്. പൊന്നൂസ് കയറിയപ്പോൾ തന്നെ മടുത്തായിരുന്നു കയറിയത്. പക്ഷേ ഫോണൊക്കെ കൊടുത്തിരുത്തിയതുകൊണ്ട് കുറച്ച് നേരം വഴക്കൊന്നും ഇല്ലാതൊക്കെ ഇരുന്നു. അങ്ങനെ തുണിയെല്ലാം സമാധാനത്തിൽ എടുത്ത് തീർത്തു. ഇനിയിപ്പോൾ നമ്മൾ നേരെ കഴിക്കാൻ പോവാണേ. അങ്ങനെ ഹോട്ടലിൽ വന്ന് പെട്ടെന്ന് ഓർഡർ കൊടുത്ത് സാധനമെല്ലാം പെട്ടെന്ന് വന്നു കേട്ടോ. അപ്പം ഞാൻ ചപ്പാത്തിയാണ് പറഞ്ഞത്, ചപ്പാത്തിയും വെജിറ്റബിൾ കറി. പിന്നെ പൊന്നപ്പൻ ഒരു സിംഗിൾ ബിരിയാണി പറഞ്ഞു. പൊന്നപ്പന് പിന്നെ കടയിൽ കയറി കഴിഞ്ഞാൽ ബിരിയാണി മാത്രം മതി കേട്ടോ. അത് ആ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടല്ല, അതിൻ്റെ റൈസും ചള്ളാസും മാത്രം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബിരിയാണി മേടിച്ച് വെക്കുന്നത്. പിന്നെ ചേട്ടനാണെങ്കിൽ പൊറോട്ട കേട്ടോ പറഞ്ഞത്. എല്ലാവരും നല്ല വിശന്നായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കഴിച്ചു. അപ്പോൾ ഞങ്ങൾ ഓർത്തത് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബാക്കി ബാസ്ക്കറ്റൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ 2 കടയിൽ കൂടെ കയറി നോക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ടപ്പനയിൽ നിന്ന് മേടിക്കാമെന്നായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പക്ഷെ നമ്മൾ കഴിച്ചിറങ്ങി ഒരു കടയിലൊന്ന് കയറി ഇറങ്ങിയപ്പോഴത്തേക്ക് അമ്മയുടെ ചേച്ചിയൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഫോൺ വിളിച്ചേ. അപ്പോൾ നമ്മുടെ കയ്യിലായിരുന്നു താക്കോല്. അമ്മയുടെ അനിയത്തി നാട്ടിൽ നിന്ന് കുഞ്ഞമ്മയും പിള്ളേരൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടെ വീട്ടിലോട്ട് വന്നതാണ്. അപ്പം എന്തായാലും നമ്മൾ ചെറുതോണിയിൽ നിന്ന് ഇവിടെ വരുമ്പം ഒരു അരമണിക്കൂറെങ്കിലും എടുക്കും. അതുകൊണ്ട് പിന്നെ നമ്മൾ ഒന്നിനും നിന്നില്ല, പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ചു പോകുന്നു കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ വലിയ മഴയൊന്നും ഇല്ലായിരുന്നു, നമ്മൾ പെട്ടെന്ന് തന്നെ ഇങ്ങ് വന്നു. ഇനിയിപ്പം അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. നമ്മൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുള്ള വീഡിയോയും വിരുന്നുകാരെയും ഒന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബെൽ ബട്ടൺ നിൽക്കുക. അതുവരേക്കും ബൈ ബൈ.